നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ മത്സരം നല്ലൊരു മത്സരമാണ് കാണാൻ കഴിഞ്ഞത്. കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ 24 പോയിൻ്റ് നേടി സെമി സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെ കണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഇന്നലെ അടിമുടി മാറിയ ക്യാപ്റ്റൻ ലൂണയുടെ കീഴിൽ നല്ല അഗ്രഷനും വിന്നിംഗ് മെൻറ്റാലിറ്റിയും കൈവന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാൻ കഴിഞ്ഞത്. കോച്ചിൻ്റെ ഈ മത്സരത്തിന് വേണ്ടിയുള്ള പ്ലേയേഴ്സ് ഫോർമേഷനും സബ്സ്റ്റിറ്റ്യൂഷനും എല്ലാം നല്ലവണ്ണം ഗുണം ചെയ്തിട്ടുണ്ട്. പരമാവധി യുവതാരങ്ങൾക്ക് കളിക്കാൻ അവസരവും കോച്ച് പുരുഷോത്തമൻ നൽകി. ചെന്നൈയിൽ 11 വർഷത്തെ അപരാജിത റെക്കോർഡാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ തിരുത്തി കുറിച്ചത്. മാച്ച് അനാലിസിസ് നോക്കിയാൽ കളി തുടങ്ങിയ 2-ാം മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടുന്നു. ഗോൾ അടിച്ചത് ജീസസ് ആണ്. ആ ബോളിൻ്റെ കോറോ ആണ് അസിസ്റ്റ് കോറോയുടെ പേർക്ക് ഇല്ല എന്നില്ലെങ്കിൽ കോറോ തന്നെയാണ് ആ ബോളുമായി മുന്നേറിയത്. ബോക്സിന് അടുത്ത് വരെ എത്തിയ കോറോനെ ഡിഫൻഡേഴ്സ് പ്രസ് ചെയ്യുന്നു. ആ പ്രസ്സിൽ ബോള് കോറോൻ്റെ കാലിൽ നിന്ന് മാറി ഡിഫൻഡറുടെ കാൽ തട്ടി ബോൾ മുന്നോട്ട് പോയി. ആ ബോളിലേക്ക് കൃത്യം ജീസസ് എത്തിപ്പെടാനും ഗോളടിക്കാനും സാധിച്ചു. അങ്ങനെ അപ്രതീക്ഷിതമായി തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടിയത് ചെന്നൈയെ ഞെട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ നല്ല മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് 12-ാം മിനിറ്റിൽ ജീസസിന് നല്ലൊരു കൗണ്ടർ അറ്റാക്ക് കിട്ടി. മുന്നേറിയ ജീസസിൻ്റെ ഷൂട്ട് നവാസ് തൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് സേവ് ചെയ്തു മാറ്റുകയായിരുന്നു. 17-ാം മിനിറ്റിൽ ചെന്നൈക്ക് കിട്ടിയ ഫ്രീ കിക്ക് എടുത്തത് ഒരു ഷീൽഡ് തന്നെയാണ്. ഷീൽഡിന് നല്ലൊരു ഫ്രീ കിക്കാണ്. അതിനെ ചെന്നൈ ഹെഡ് ചെയ്തു. മനോഹരമായ ഹെഡറും അതിനെ ഏറ്റവും മനോഹരമാക്കിയത് സച്ചിൻ്റെ സേവ് തന്നെയായിരുന്നു. നല്ലൊരു സേവ് തന്നെയായിരുന്നു. ഗോളെന്നുറച്ച സേവ് തന്നെയാണ് സച്ചിൻ സേവ് ചെയ്തത്. മറുഭാഗത്ത് നല്ല കൗണ്ടർ അറ്റാക്കിനും ശ്രമിച്ചുകൊണ്ടിരുന്ന ചെന്നൈക്ക് നല്ല ജോർദാൻ്റെ ഭാഗത്ത് നല്ല പ്രഷറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡറിന് ഏൽക്കാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും ജോർദാന് പറ്റിയ ഒരു സപ്പോർട്ട് ചെന്നൈക്ക് പൂർണ്ണമായും കൊടുക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കൂടാതെ ഡ്രിൻസിച്ച് അദ്ദേഹത്തെ നല്ല രീതിയിൽ മാർക്കും ചെയ്യുന്നുണ്ടായിരുന്നു. 36-ാം മിനിറ്റിൽ അപ്രതീക്ഷിതമായി ചെന്നൈക്കൊരു അടിയാണ് കിട്ടിയത്. 36-ാം മിനിറ്റിൽ ജോർദാൻ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയത് അവർക്ക് നല്ലൊരു തിരിച്ചടിയാണ്. ഡ്രിൻസിച്ചിനെ മാറ്റിയതിനാണ് റെഡ് കാർഡ് കണ്ടത്. ജോർദാൻ നല്ലൊരു സക്സസ് ആയിരുന്നു ഇന്നലത്തെ മാച്ചിൽ. ഫിസിക്കലിയും നല്ല ത്രെട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഡയറക്റ്റ് ബോൾ നല്ല കളിക്കുന്നുണ്ട്, നല്ല പ്രസ്സും ചെയ്യുന്നുണ്ട്. ഡ്രിൻസിച്ചിൻ്റെ വക നല്ല ഒരു മാർക്കിംഗ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിച്ചതാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ജോർദാന് എന്ന് തോന്നിയിട്ടുണ്ടാവുക. എന്തായാലും അത് അവർക്ക് നല്ലൊരു തിരിച്ചടിയായി. ജോർദാൻ 36-ാം മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തായി. അതിനുശേഷം 40-ാം മിനിറ്റിൽ ജീസസിൻ്റെ നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടായിരുന്നു. ബോളുമായി കയറി വന്ന ജീസസിനെ ഡ്രിൻലിയാന അവരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അത് നഷ്ടപ്പെടുത്തി. നല്ലൊരു ബോൾ ട്രാപ്പ് ചെയ്താണ് ജീസസിൻ്റെ അറ്റാക്ക്. അത് മനോഹരം തന്നെയായിരുന്നു. മറുവശത്ത് 10 പേരായി ചുരുങ്ങിയാലും ചെന്നൈയുടെ ഭാഗത്തു നിന്നും അറ്റാക്കിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇടത് വിങ്ങിൽ നിന്നും നല്ല സന്ദീപിനെ 2 വട്ടം ഡ്രിബിൾ ചെയ്ത് മുന്നേറിയ ഫറൂഖിൻ്റെ നല്ലൊരു പാസ്സാണ് ബ്രംബിലേക്ക് കിട്ടിയത്. ബ്രംബിലെ ഷൂട്ട് ഗോളെന്നുറച്ച ഷൂട്ട് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് ഗോളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ നല്ലൊരു ചാൻസ് അവർക്ക് അവിടെയും മിസ്സായി. 47-ാം മിനിറ്റിലാണ് കോറോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2ാമത് ഗോൾ നേടുന്നത്. പെപ്പറയിൽ നിന്നും ലൂണ സ്വീകരിച്ച് നല്ലൊരു പാസ് നൽകി. ഗോൾ കീപ്പറിനെ കൃത്യമായി നോക്കി സെക്കൻഡ് പോസ്റ്റിൽ അടിക്കുകയായിരുന്നു കോറോ. അങ്ങനെ കോറോ 2ാമത്തെ ഗോളും അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോളും നേടി. ചെന്നൈയുടെ ഭാഗത്തു നിന്നും 53-ാം മിനിറ്റിൽ ഷീൽഡിൻ്റെ നല്ലൊരു കർവിംഗ് ഷൂട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പോസ്റ്റിൽ ഉരുമി അത് പുറത്തു പോയത്. 55-ാം മിനിറ്റിൽ കോമി പെപ്രയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3ാമത്തെ ഗോൾ നേടി. നവോച്ചയിൽ നിന്നും ബോൾ സ്വീകരിച്ച് ലൂണ നല്ലൊരു അസിസ്റ്റ് നൽകി പെപ്ര അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. ലൂണയുടെ ആ അസിസ്റ്റ് ഗംഭീരമായിരുന്നു. ഒരു ടീമിന് വേണ്ടി ഏതൊരു പൊസിഷനിലും ഏത് സാഹചര്യത്തിനനുസരിച്ച് കൃത്യമായി വന്ന് കളിക്കുന്ന ഹാർഡ് വർക്കിംഗ് പെപ്രയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ലൂണയുടെ ആ ഒരു ക്വാളിറ്റി, ഈ 2 അസിസ്റ്റും നല്ല ക്വാളിറ്റി അസിസ്റ്റ് തന്നെയായിരുന്നു. ഈ ഒരു ഗോൾ വീണതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിലും ചെന്നൈയാണ് പിന്നീട് നന്നായി കളിച്ചത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് അറ്റാക്ക് പൂർണ്ണമായി വന്നുകൊണ്ടിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ആ മിഡ്ഫീൽഡ് ഒരു ഡോമിനേഷൻ ഈ ഒരു 3ാമത്തെ ഗോളിന് ശേഷം നഷ്ടമായി. ആ സാഹചര്യത്തിലാണ് 68-ാം മിനിറ്റിൽ ലഗേറ്ററിനെയും പെപ്രയ്ക്ക് പകരം വിപിനും ഇറങ്ങി. മിഡ്ഫീൽഡ് ഡോമിനേഷൻ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പരിധിവരെ തിരിച്ചു പിടിച്ചു. അതിനുശേഷം 80-ാം മിനിറ്റിൽ ജീസസിന് പകരം നോവ ഇറങ്ങുന്നു. മാവിയയ്ക്ക് പകരം ഈശാൻ പണ്ഡിതയും ഇറങ്ങി.
നോവ ഇറങ്ങിയതും ഒരു സമയത്ത് തന്നെ ഫ്രീ കിക്ക് നേടുകയുണ്ടായി. 85-ാം മിനിറ്റിൽ അവരുടെ ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ എററിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ബോൾ കിട്ടി. നല്ലൊരു ഷൂട്ടും ഉണ്ടായിരുന്നു, പക്ഷേ ഗോളായില്ല. 87-ാം മിനിറ്റിൽ നോവയ്ക്ക് കിട്ടിയ നല്ലൊരു ഷൂട്ട് നോവയ്ക്ക് ഇഷാൻ പണ്ഡിതയ്ക്ക് കണക്ട് ചെയ്യാൻ നല്ലൊരു അവസരം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അത് അദ്ദേഹം നോക്കാതെ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. നല്ലൊരു കർവിങ് ഷൂട്ടായിരുന്നു, പക്ഷേ അത് ഗോളായില്ല. എന്തായാലും ഇഷാന് പാസ് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതൊരു 90% ഗോളാകുന്ന ഒരു തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ ലൂണ ദേഷ്യപ്പെടുന്നത് കാണാൻ കഴിഞ്ഞു. എന്തായാലും ചെന്നൈയുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവർക്ക് അവസാനം ഒരു ആശ്വാസ ഗോള് നേടാൻ കഴിഞ്ഞു. വിൻസി ബെരാറ്റിലൂടെ അവർ ഒരു ഗോൾ നേടി. അങ്ങനെ 3-1 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. അടുത്ത മാച്ച് 15-ാം തീയതി ATKയുമായുമാണ്. അതും കൂടി വിജയിക്കേണ്ടതുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഇനിയുള്ള എല്ലാ മത്സരം വിജയിച്ചാൽ മാത്രമേ സെമി സാധ്യതയുള്ളൂ. എന്തായാലും ഈ വീഡിയോയും ചാനലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.